ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ കോർപ്പറേറ്റ് എംപ്ലോയി ഇന്ന് ഓഫീസിൽ പോകാൻ പോവാണ്. എങ്ങനെയാണെന്നൊക്കെ അവിടെ ചെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ്. ബാക്കിൽ സമയം നോക്കണ്ട, അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ബൈ. അങ്ങനെ നമ്മൾ ഓഫീസെത്തി. ഓഫീസിലെ എൻവറോൺമെൻറ്റ് ഇതാണ്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ. നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ശിവേട്ടനാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിങ് കൊണ്ടിരുന്ന് വർക്ക് ചെയ്യുവാണ്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞില്ല. പുള്ളിക്കാരൻ അറിയാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോഴാണ് ചേട്ടൻ കണ്ടത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാര്യം. എന്നിട്ട് എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രോളിങ് കൊണ്ടിരുന്ന് വർക്ക് ചെയ്യുക. എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ എൻ്റെ സീനിയറാണ്. എൻ്റെ ആപ്ലിക്കേഷൻസ്, വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ പണി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബ്രേക്ക് എടുക്കും. ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവും. വാഷ്റൂമിൽ കയറുവാണ്. ആക്ച്വലി ഞാനാണെന്ന് തോന്നുന്നു ഫസ്റ്റായി വാഷ്റൂം യൂസ് ചെയ്യുന്നതെന്ന്. ആരും ലൈറ്റൊന്നും ഓൺ ചെയ്തില്ല. ഞാൻ കയറി ലൈറ്റൊക്കെ ഓൺ ചെയ്തു. കയറി അപ്പം ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ഓഫീസിലിരുന്ന് ബോറടിക്കും. കുറച്ച് നേരം ഇങ്ങനെ വാഷ്റൂമിൽ വന്ന് മിററൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്, പിന്നെ കുറച്ച് നേരം പുറത്ത് പോയി ലോബിയിലിരിക്കും. അവിടെ ഇരുന്ന് കുറേ വായി നോക്കും. അപ്പം ഇത് തന്നെയാണ് മെയിൻ പരിപാടി. ഓക്കെ, അപ്പം നമുക്ക് ലോബിയിൽ പോവാം. വായോ. അപ്പോൾ ലോബിയിലോട്ട് പോവാണ്. ഇതാണ് ലോബി. ഇവിടെ വന്നിരുന്ന് കുറേ പേര് ഓഫീസിലോട്ട് കയറി പോകുന്നതും വേറെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം എന്നെ തന്നെ ഇങ്ങനെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നു, ഒരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഓടിപ്പോവാണ് തിരിച്ച് ഓഫീസിലോട്ട്. ഇതാണ് ഞങ്ങളുടെ ഓഫീസിലോട്ടുള്ള വഴി. ഇവിടെ പഞ്ച് ചെയ്തിട്ടാണ് കയറുക സാധാരണ. പഞ്ച് ചെയ്ത് ഉള്ളിൽ കയറി. അതിനുശേഷം അധികം വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് വർക്കുണ്ടായിരുന്നു, അതിൽ ബിസിയായി. പിന്നെ ഉച്ചയായപ്പം പാൻട്രിയിലോട്ട് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ പാൻട്രി. അപ്പം ഞാൻ ഫുഡ് സാധാരണ ഉണ്ടാക്കി കൊണ്ടുവരാറാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നത് ഇന്നലെ രാത്രി കുക്ക് ചെയ്ത ഫുഡാണ്. അപ്പോൾ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാണ്. ഇവിടെ തന്നെ ഓവനൊക്കെ ഉണ്ട്, അതിൽ ചൂടാക്കിയിട്ടാണ് കഴിക്കാറ്. അപ്പം കറികളൊക്കെ കുറവാണെങ്കിലും കൂടെയുള്ളവരൊക്കെ കൊണ്ടുവരുന്നത് ഷെയർ ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ഇത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി. ഈ ചേട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാത്രം കഴുകാൻ വളരെ സ്ലോ ആയിട്ടുള്ള ആൾ. പുള്ളിക്കാരൻ കഴുകി കഴിയുമ്പോഴേക്കും നമ്മളെ ഓഫീസിലെല്ലാവരും കഴിച്ച് കഴിയും. അത്രയും സ്ലോ ആണ്. പിന്നെ ഒരു ഈവനിങ് വരെ വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ ഏതെങ്കിലും ഒരു ചായക്കടയിൽ, തിരക്ക് കുറവുള്ള ചായക്കടയിൽ ചായയും എന്തെങ്കിലും സ്നാക്കും വാങ്ങും. ഇന്ന് ഞാൻ വെൻഡിങ് മെഷീനിൽ പോയിട്ട് ഒരു സ്നാക്ക് എടുത്തു. എന്നിട്ട് അതും ചായയുമാണ് കഴിച്ചത്. ഒരു സാൾട്ടഡ് പീനട്ടാണ് എടുത്തത്. അതും ചായയും കൂടി ഞങ്ങൾ 3 പേരായിരുന്നുള്ളത്. പിന്നെ 2 പേര് 3 പേരൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും. ഹായ് പറ. ഹായ് പറ. വൺസ് ടൈം വ്യൂ ആയിട്ട് ചുമ്മാ
ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി 2 ചേട്ടന്മാരും കൂടി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സാൻഡ്വിച്ചും കൂടി മേടിച്ചു, എന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരിച്ചു വന്നു, ബാക്ക് ടു വർക്ക്. കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കി. ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് വർക്ക് കഴിയുക. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. നാളെ അവധി ദിവസമായതുകൊണ്ട് ഇന്ന് എല്ലാവരും നേരത്തെ ഇറങ്ങി. സോ ഞാനും കൂടി കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്ന് ഞങ്ങളുടെ ടോറസിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഈ ഒരു സമയത്ത് ടോറസിൽ നിന്ന് പുറത്തിറങ്ങിയ നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു ഗോൾഡൻ കളറുള്ള സൺലൈറ്റൊക്കെ അടിച്ച് ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് നല്ല ഭംഗിയാണ് ഈ ഒരു ടൈമിൽ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൈം ഞാൻ എപ്പോഴും മാക്സിമം പുറത്തിറങ്ങി ഒന്ന് നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ വർക്കുള്ളതുകൊണ്ട് പറ്റാറില്ല. നാളെ ലീവായതുകൊണ്ട് ഇന്ന് കുറേ പേര് നാട്ടിൽ പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും കൂടി ഇറങ്ങിയത് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് വിചാരിച്ച്. ഇത് ലോബിയുടെ ബാക്ക് സൈഡാണ്. ഇവിടെ ഇങ്ങനെ കാണാൻ, ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ഒരു റിസോർട്ടിലിരിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. നമ്മൾ ഒരു വർക്ക് സ്പേസിലായിരിക്കുന്നതെന്നൊന്നും തോന്നത്തില്ല. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ജിമ്മിലോട്ട് പോകാൻ പോവുകയാണ്. ബാക്കി ജിമ്മിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്നെൻ്റെ ബാക്ക് മസിലിനുള്ള വർക്കൗട്ട് ഡേ ആണ്. അപ്പം ഞാൻ ഓവർ വെയിറ്റ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ നാട്ടിൽ പോയി ഒരു 2 വീക്സ് ജിമ്മിലൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ലൈറ്റായിട്ടുള്ള വെയിറ്റിലാണ് ഇന്ന് ചെയ്തത്. ആദ്യം തന്നെ പുള്ളപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളപ്പ് എനിക്ക് ബോഡി വെയിറ്റ് താങ്ങാനുള്ള സ്ട്രെങ്ത് ഇതുവരെ ആയിട്ടില്ല, ആവുമായിരിക്കും. അത് കഴിഞ്ഞ് ബാർബൽ റോ ആണ് ചെയ്തത്. 10 കിലോസിൽ 3 സെറ്റ്സ് ചെയ്തു. ഓവർ വെയിറ്റ് ഒന്നും ഇട്ട് ചെയ്തില്ല. 10 കിലോസിൽ തന്നെയാണ് 3 സെറ്റ്സും ചെയ്തത്. പിന്നെ കേബിൾ സീറ്റഡ് ബാർബൽ റോ ചെയ്തു. അതും 3 സെറ്റ്സാണ് ചെയ്തത്. ഓവർ വെയിറ്റ് ഒന്നും ഇട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ആസ് എ കോർപ്പറേറ്റ് എംപ്ലോയി നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് വീക്ക്ലി 3 ഡേയ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. മിനിമം 3 ഡേയ്സ് എങ്കിലും എന്നാണ് പറയുന്നത്. ഇപ്പോൾ വർക്കൗട്ട് ജിമ്മിൽ തന്നെ വന്ന് ചെയ്യാൻ പറ്റാത്ത ഡേയ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിനൊക്കെ ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങാൻ പോകാറുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണം ജോബിൻ്റെ കൂടെ. പിന്നെ നെക്സ്റ്റ് ചെയ്തത് ലാറ്റ് പുള്ളാണ്. ലാറ്റ് പുള്ളും ഓവർ വെയിറ്റിലൊന്നും ചെയ്തില്ല, ജസ്റ്റ് 15 കിലോ എന്തോ ആണ് ചെയ്തത്. ലാറ്റ് പുള്ളും കൂടി കഴിഞ്ഞ് ഞാൻ ബാക്ക് വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ആപ്സിന് ജസ്റ്റ് ഒന്ന് ചെയ്തു. അത് വീക്ക്ലി വൺസാണ് ഞാൻ സാധാരണ ചെയ്യാറ്. വീക്ക്ലി വൺസ് പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാറുണ്ട്. ആപ്സിൽ എപ്പോഴും എനിക്ക് ആദ്യം ഫാറ്റ് കയറുന്ന ആപ്സിലാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും ആപ്സിലായിരിക്കും ആദ്യം ഫാറ്റ് കയറുക. എൻ്റെ കാര്യത്തിൽ ആപ്സിലാണ് ആദ്യം ഫാറ്റ് കയറുക, പിന്നെ ഫേസിലും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ച് ഈ ഫോണിൽ കുറച്ച് സീരീസും കണ്ട് കഴിച്ചു കിടന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ കോർപ്പറേറ്റ് എംപ്ലോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.